കോടഞ്ചേരി വിഷയം കേന്ദ്ര ഏജൻസി തന്നെ അന്വേഷിക്കണം. ഉള്ളിൽ കള്ളമില്ലെങ്കിൽ സത്യം ജനമറിയട്ടെ. അങ്ങനെ ആ മഹത്തായ സത്യം പുറത്തുവന്നു. കോടഞ്ചേരിയിൽ ലവ് ജിഹാദില്ല, ഉദാത്തമായ പ്രണയം മാത്രം. മുസ്ലിം ചെക്കന് ക്രിസ്ത്യാനി പെണ്ണ് കൂട്ട്, നല്ല മതേതരത്വം. ഇനിയിപ്പോൾ കേരളത്തിലുമില്ല, ലോകത്തെവിടെയുമില്ല ലവ് ജിഹാദ്. ഉള്ളത് ചില സഭകളുടെയും സംഘടനകളുടെയും അനാവശ്യ മുറവിളികളിലും അവരുടെ ലേഖനങ്ങളിലും മാത്രം. അല്ല, വേറെ ഒരിടത്തുമുണ്ട്. CPM പാർട്ടി രേഖയിൽ ചില തീവ്ര മുസ്ലിം യുവാക്കൾ പ്രണയം നടിച്ച് അന്യമതത്തിൽപ്പെട്ട കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി അതിൽ ചിലരെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുന്നു എന്നിങ്ങനെ പോകുന്നു പാർട്ടി രേഖയിലുള്ള കാര്യങ്ങൾ. യഥാർത്ഥത്തിൽ ഇത്രയും നീട്ടിപ്പരത്തി ഒരു വാക്ക് പറയുന്നതിൻ്റെ ചുരുക്കെഴുത്തായാണ് പലരും ലവ് ജിഹാദ് എന്ന പദം ഉപയോഗിക്കുന്നത്. എന്താണ് കോടഞ്ചേരിയിൽ സംഭവിച്ചതെന്ന് ഷെജിൻ്റെയും ജോയ്സ്നയുടെയും അവളുടെ വീട്ടുകാരുടെയും പാർട്ടി പ്രവർത്തകരുടെയും വാക്കുകളിൽ നിന്ന് കേരളത്തിന് വ്യക്തമായിട്ടുള്ളത് ഇത്രയുമാണ്. സൗദിയിൽ നഴ്സായ ജോയ്സ്നയ്ക്ക് നാട്ടുകാരനായ ഒരു ക്രിസ്ത്യൻ യുവാവുമായി പ്രണയമുണ്ടായിരുന്നു. 5 വർഷമായുള്ള പ്രണയമാണ്. അക്കാര്യം ജോയ്സ്ന വീട്ടിൽ അറിയിച്ചതിനെ തുടർന്ന് മകളുടെ ആഗ്രഹപ്രകാരം മാതാപിതാക്കൾ ചെക്കൻ്റെ വീട്ടുകാരുമായി സംസാരിച്ച് വിവാഹത്തിനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തി. ഇനിയാണ് ട്വിസ്റ്റ്. കഴിഞ്ഞ 1 വർഷത്തിലധികമായി സൗദിയിലായിരുന്ന ജോയ്സ്നെ ഷിജിൻ എന്ന മുസ്ലിം യുവാവ് ഏകദേശം 6 മാസം മുമ്പ് സോഷ്യൽ മീഡിയ ചാറ്റ് വഴി ബന്ധപ്പെടുന്നു. 2 വർഷം മുമ്പുള്ള എന്തോ ഒരു പരിചയം ഉപയോഗിച്ചാണ് ബന്ധപ്പെടുന്നത്. എന്തായാലും പാർട്ടി നേതാവ് പാർട്ടി കാര്യങ്ങൾ പറയാനായിരിക്കില്ല നേഴ്സായ ജോയ്സ്നെ ബന്ധപ്പെട്ടത്. കുരുക്കിടാൻ തന്നെയാണ് അതെന്ന് വിപ്ലവം തലയ്ക്ക് പിടിക്കാത്ത സാമാന്യബോധമുള്ള ആർക്കും മനസ്സിലാകും. എന്നാൽ നാട്ടുകാരും വീട്ടുകാരും പറയുന്നത് ഷെജിൻ ജോയ്സ്നയിൽ നിന്നും കടം വാങ്ങിയ പണം വിവാഹ ആവശ്യത്തിനു വേണ്ടി തിരിച്ചു ചോദിച്ചപ്പോൾ വിളിച്ചു വരുത്തി ചതിച്ചു എന്നാണ്. ടെലിവിഷൻ ചാനലുകളിൽ പ്രത്യക്ഷപ്പെടുന്ന ജോയ്സ്ന ഞങ്ങൾക്കറിയാവുന്ന ജോയ്സ്ന അല്ല എന്നാണ് നാട്ടുകാരും കുടുംബവും പറയുന്നത്. എന്തായാലും ഇതേ ഷെജിൻ മുമ്പും ഇതര മതസ്ഥരായ പെൺകുട്ടികളെ വീഴ്ത്തിയിട്ടുണ്ടെന്നാണ് പാർട്ടി പ്രവർത്തകർ തന്നെ പറയുന്നത്. ഒടുവിൽ വീഴ്ത്തിയ ക്രിസ്ത്യൻ പെൺകുട്ടിയെ അവളുടെ വീട്ടുകാരുടെ സന്ദർഭോചിതമായ ഇടപെടൽ ഒന്നുകൊണ്ട് മാത്രമാണ് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞതെന്നും പറയുന്നു. ഇനി ഷെജിൻ്റെ ഉദാത്തമായ പ്രണയത്തെ വാഴ്ത്തുന്നവരോട് ഒരു ചോദ്യം. ഷെജിൻ എന്താ എപ്പോഴും ക്രൈസ്തവ മതത്തിൽപ്പെട്ടവരെ തന്നെ ടാർഗറ്റ് ചെയ്യുന്നത്? CPM DYFI നേതാക്കളോടുമുണ്ട് ഒരു ചോദ്യം. നിങ്ങൾ കഴിഞ്ഞ 5 വർഷം എത്ര മിശ്ര വിവാഹം നടത്തി? അതിൽ ക്രിസ്ത്യൻ യുവാവും മുസ്ലിം യുവതിയുമായിട്ടുള്ള വിവാഹം എത്രയെണ്ണം? മുസ്ലിം യുവാവും ക്രിസ്ത്യൻ യുവതിയുമായിട്ടുള്ളത് എത്രയെണ്ണം? കണക്ക് പുറത്തുവിടണം. എന്നിട്ട് അതിൽ എത്ര ക്രിസ്ത്യൻ പെൺകുട്ടികൾ ജീവനോടെ നാട്ടിലുണ്ടെന്നും അവരിൽ എത്ര പേർ മതം മാറിയിട്ടുണ്ടെന്നും പേരും അഡ്രസ്സും സഹിതം കൂടി പുറത്തുവിടണം. ഇനി ഈ വിഷയം ജോയ്സ്നയുടെ പിതാവ് ആവശ്യപ്പെടുന്നതുപോലെ കേന്ദ്ര ഏജൻസി തന്നെ അന്വേഷിക്കട്ടെ. സത്യമറിയാൻ ആ പിതാവിന് അവകാശമുണ്ട്. ജോയ്സ്ന മിസ്സിംഗ് ആയ ദിവസം സംഭവിച്ചതും കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ എന്തെല്ലാമാണ് സംഭവിച്ചതെന്നും പുറത്തുവരട്ടെ. അപ്പോൾ എല്ലാവർക്കും വ്യക്തത വരുമല്ലോ. ഏതാനും മാസത്തെ ചാറ്റ് കൊണ്ട് 26-കാരിയായ ജോയ്സ്നെ ഷെജിൻ എന്ന മുസ്ലിം യുവാവിന് വീഴ്ത്താനായെങ്കിൽ 16-ലും 17-ലും നിൽക്കുന്ന ക്രൈസ്തവ പെൺകുട്ടികളെ തങ്ങളുടെ മതം വളർത്തുന്നതിനും മറ്റുള്ളവരെ നശിപ്പിക്കുന്നതും ലക്ഷ്യമാക്കിയ തീവ്ര മതക്കാർ കൊണ്ടുപോകുന്നുണ്ട്, നശിപ്പിക്കുന്നുണ്ട് എന്നത് പച്ചയായ യാഥാർത്ഥ്യമാണ്. അത് അനുഭവിക്കുന്നവർ അത് പറയുമ്പോൾ അത് എല്ലാ മുസ്ലിമുകളെക്കുറിച്ചാണ് പറയുന്നതെന്ന് വ്യാഖ്യാനിക്കുന്നവർ ആട്ടിൻ തോലണിഞ്ഞ തീവ്രവാദികൾ തന്നെയാണ്. അല്ലെങ്കിൽ തീവ്രവാദത്തെ ഉള്ളുകൊണ്ട് പ്രോത്സാഹിപ്പിക്കുന്നവരാണ്. അതുമല്ലെങ്കിൽ നാട്ടിൽ നടക്കുന്നത് എന്തെന്നുപോലും അറിവില്ലാത്ത വിവരദോഷികളാണ്. ലവ് ജിഹാദ് എന്ന സാങ്കേതിക പദം തേടിപ്പോയാൽ അത് ഒരുപക്ഷെ നിഘണ്ടുവിൽ ഇല്ലായിരിക്കാം. പക്ഷേ മുൻപ് പറഞ്ഞവ കേരളത്തിൽ ധാരാളമായി നടക്കുന്നുണ്ട്, ഉണ്ട്.